വണക്കം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റീസെൻ്റ്ലി യൂട്യൂബിൽ നിന്ന് ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. ഇമെയിൽ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെയിൽ. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇതെന്താ, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ചെയ്തോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എടുത്ത് അവർ കളഞ്ഞതാണോ എന്നൊക്കെ ഞാനൊന്ന് പാനിക്കായി പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ എന്താണ് ഇത് ഇങ്ങനെ ഒരു മെയിൽ വരാൻ കാരണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സ്റ്റെപ്സ് ഞാൻ ഫോളോ ചെയ്തതിന് ശേഷം 1 ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്, ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഫീച്ചേഴ്സ് റീസ്റ്റോർ ആയായിരുന്നു. അപ്പം അതെങ്ങനെയാണ് ഞാൻ റീസ്റ്റോർ ചെയ്തതെന്ന് നോക്കാം. സോ ആ മെയിൽ ഇങ്ങനെ ആയിരുന്നു: യു ലോസ്റ്റ് ആക്സസ് ടു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കത് നോക്കാം, എങ്ങനെയാണ് ആ ഒരു ഫീച്ചർ നമുക്ക് റീസ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് റീസ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു കാര്യം. ഇതാണ് ഏതാണ്ട് യുവർ ചാനൽ ലോസ്റ്റ് ആക്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെ റീസ്റ്റോർ ചെയ്യേണ്ടത്, ഹൗ ടു റീസ്റ്റോർ ആക്സസ് ടു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നുള്ളത്. അതിനകത്ത് ഞാൻ ചെയ്തത് ID വെരിഫിക്കേഷനാണ്. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു പേജിനകത്തോട്ടാണ് പോകുന്നത്. അതായത് വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നുള്ള ഈ ഒരു പേജിനകത്ത്, അതായത് ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID എന്ന് കാണാം. അവിടെ നിങ്ങളുടെ ഒരു ID പ്രൂഫ് നിങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് കൺഫേം ചെയ്യാനാണ് സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് IDs ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ചൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഈ ഒരു പേജിലോട്ടാണ് വരുന്നത്. ഈ ഒരു പേജ് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എഗ്രി കൊടുക്കുക. ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. അത് ഈ ഒരു പേജിലോട്ടാണ് പിന്നീട് പോകുന്നത്. ടേക്ക് എ ഫോട്ടോ ഓഫ് ഫ്രണ്ട് ഓഫ് യുവർ ID. ആദ്യം നിങ്ങൾ ID ഇടുക. ഞാനിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട് സൈഡാണ് നിങ്ങൾ ആദ്യത്തെ ഫോട്ടോയിൽ കൊടുക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്. അതായത് IDയുടെ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുക എന്നും പറഞ്ഞിട്ടാണ് അടുത്ത ഇതിൽ വരുന്നത്. ഓക്കെ, അടുത്ത സ്ക്രീനിൽ വരാൻ പോകുന്നത്. അതിനുശേഷം ഈ രണ്ടും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഒന്നുകിൽ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്ക്രീനിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കാണാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സ്ക്രീനിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസിനകത്ത് എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ സെയിം പേര് തന്നെ ആയിരിക്കണം നിങ്ങൾ ലാസ്റ്റിലത്തെ നെയിമിനകത്തും അതേപോലെ തന്നെ ഏതിനകത്തും കൊടുക്കേണ്ടത്, ഡേറ്റ് ഓഫ് ബർത്തിനകത്തും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, ഡ്രൈവിംഗ് ലൈസൻസിലുള്ളതുപോലെ തന്നെ. ഇനി ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കും കൂടി കാണിച്ചു തരാം. അതായത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, എനിക്ക് പിന്നീട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നൊരു മെയിലാണ് ഇത്. അതായത് യുവർ യൂട്യൂബ് ID വെരിഫിക്കേഷൻ വാസ് അൺസക്സസ്ഫുൾ എന്നും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെയിൽ. അതായത് ഗൂഗിൾ കനോട്ട് വെരിഫൈ യുവർ നെയിം ഓർ ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് ഞാൻ കൊടുത്തിരുന്ന നെയിം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിനകത്തോ ഉണ്ടായിരുന്ന നെയിമല്ല. കാരണം എൻ്റെ നെയിമിനകത്ത് ഫസ്റ്റാണ് ഇനീഷ്യൽ വരുന്നത്, അതിനുശേഷമാണ് നെയിം വരുന്നത്. അപ്പോൾ ഇനീഷ്യലിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് മിസ് ചെയ്തതാണ് ഇത് അൺസക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കാരണമായത്. അപ്പോൾ ഞാൻ വീണ്ടും റീട്രൈ കൊടുത്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തിരുന്നു, ID അപ്ലോഡ് ചെയ്തു. അപ്പോഴത്തേക്ക് വന്നതാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ യൂസ് അഡ്വാൻസ്ഡ് യൂട്യൂബ് ഫീച്ചേഴ്സ് റീസ്റ്റോർഡ് ആയി എന്നും പറഞ്ഞിട്ട് ഉള്ള ഈ ഒരു മെസ്സേജ്. ഓക്കെ, യുവർ ID ഈസ് വെരിഫൈഡ് ആൻഡ് യു ക്യാൻ നൗ യൂസ് അഡ്വാൻസ്ഡ് യൂട്യൂബ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ പിന്നീട് അവിടുന്ന് എനിക്ക് സെൻഡ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് റീസ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് നഷ്ടമായി എന്നും പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്നൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ പാനിക് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. എനിക്കിതിപ്പം റീസ്റ്റോർ ആയത് ജസ്റ്റ് 1 ഡേ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ റീസ്റ്റോർ ആയിട്ടുണ്ടായിരുന്നു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം. നേരത്തെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും എനിക്ക് പിന്നീട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്കും ആ ഫീച്ചർ റീസ്റ്റോർ ആവുന്നതാണ്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. ബൈ.